സമരമായ ഇന്ത്യ മുന്നണിയുടെ കുതിപ്പും പ്രേക്ഷകർ കാണുന്നു. 288 ഇടങ്ങളിൽ 2 കേരളത്തിൽ നിന്ന്, 1 തിരുവനന്തപുരം, മറ്റൊന്ന് തൃശൂർ. തൃശൂരിൽ 1.5 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് സുരേഷ് ഗോപിയുടെ ലീഡ്. കേരളത്തിൽ 20-ൽ 2 NDA, 1 LDF, ഒന്ന് മാത്രം ആലപ്പുഴയിലെ കനൽക്കെട്ടു. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജ്വലിക്കുന്നു. ലക്ഷദ്വീപിൽ മുഹമ്മദ് ഫൈസൽ പിന്നിലായിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സെയ്ദാണ്. PM സയ്യിദിന്റെ മകനാണ് മുഹമ്മദ് ഹംദുള്ള സെയ്ദ്. KCയുടെ ലീഡ് കുറയുന്നു. ആലപ്പുഴയിൽ 11,833 ആയിട്ട് KCയുടെ ലീഡ് കുറയുന്നു. സുരേഷ് ഗോപി ലീഡ് കൂട്ടുന്നു. നോക്കൂ, സുരേഷ് ഗോപി ലീഡ് ഉയർത്തി തുടങ്ങിയ ഒരു ഘട്ടത്തിലും പിന്നീട് സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 21,000 22,000 ആവുന്നു. 22,302 വോട്ടുകളുടെ ലീഡിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ. സുരേഷ് ഗോപി തുടർച്ചയായി ലീഡ് ഉയർത്തുകയാണ്. തുടക്കം മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ VS സുനിൽകുമാറിന് ചെറിയ ലീഡ് ഉണ്ടായത് ഒഴിച്ചാൽ സുരേഷ് ഗോപി തുടർച്ചയായി ലീഡ് ചെയ്യുകയാണ്. മാത്രമല്ല അവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി 1,16,095 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്തുള്ള VS സുനിൽകുമാർ 93,793 വോട്ടുകളും 82,970 വോട്ടുകൾ നേടി. കെ മുരളീധരൻ മൂന്നാമതുമാണ് എന്നുള്ളതാണ്. കൊടിക്കുന്നിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 3,906 വോട്ടുകൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ മുന്നിലാണ്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. കൊല്ലത്ത് പ്രേമചന്ദ്രൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. കൊല്ലത്ത് പ്രേമചന്ദ്രൻ ഡബിൾ പ്രേമലുവാണ്. ഏകദേശം 20,000-ലേക്ക് കടക്കുന്നു. കൊല്ലത്ത് അത്രേ ഉള്ളൂ 20,000. കഴിഞ്ഞ തവണ നേടിയ വലിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടുമോ എന്നറിയില്ല. 3ാം റൗണ്ട് എത്തിയിട്ടേയുള്ളൂ. ഇനിയുള്ളതെല്ലാം പ്രേമലു വോട്ട്. കൊല്ലത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ്. ബരാമതി നോക്കൂ, അജിത് പവാർ ഉപേക്ഷിച്ചു പോയ ബരാമതി. അവിടെ ലീഡ് ചെയ്യുന്നത് NCPയുടെ സുപ്രിയ സൂലെ. അജിത് പവാറിന്റെ ഭാര്യയ്ക്ക് സീറ്റില്ല. കണ്ണൂരിൽ കണ്ണൂരിൽ കെ സുധാകരന്റെ ലീഡ് 12,245 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ കൺസിസ്റ്റന്റായി ലീഡ് ഉയർത്തുന്നു. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും കെ സുധാകരനാണ് ലീഡ് എന്ന് മനസ്സിലാക്കുക. ചോദ്യം ചോദിക്കാനുണ്ട്. ഒറ്റയ്ക്ക് 370, ഒരുമിച്ച് 400. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നേരിടുന്നു രാജ്യത്തുടനീളം BJP എന്നുള്ളതാണ്. അടൂർ പ്രകാശ് 1,890 വോട്ടുകൾക്ക് മുന്നിലാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ 34,000 ലീഡ് ഉയർത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി 20,000 കടത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ഇന്ത്യ ബ്ലോക്ക് 43 നമ്പർ നോക്കണം, ശ്രദ്ധിച്ചു വെക്കണം. ഉത്തർപ്രദേശിൽ 43. കഴിഞ്ഞ തവണ 62 ഇടങ്ങളിലും NDA വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ 28 ഇടങ്ങളിൽ മാത്രമാണ് ഉത്തർപ്രദേശിൽ NDA ലീഡ് ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ മോദിയുടെ ഉത്തർപ്രദേശിൽ 28 ഇടങ്ങളിൽ മാത്രം NDA. അതായത് ആകെയുള്ള 80 സീറ്റുകളിൽ 40-ലധികം സീറ്റുകൾ, അതായത് പകുതിയിലധികം സീറ്റുകളിൽ ഇന്ത്യ ബ്ലോക്കാണ് മുന്നിൽ നിൽക്കുന്നത്. SP 33 കോൺഗ്രസ് 7. SP 33 കോൺഗ്രസ് 7. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയുടെ ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും കൂടി കേൾക്കണം കേട്ടോ. ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലാണ്. ടൈംസ് നൗ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കർണാടകയിൽ നിന്ന് വാർത്ത വരുന്നു. നികേഷ് കുമാർ, കർണാടകയിൽ നിന്ന് ഹാസനിൽ പ്രജ്വൽ രേവണ്ണ പിന്നിൽ. ഞാൻ നേരത്തെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞത്. നോക്കൂ, UPയിലെ 40 സീറ്റുകളിൽ ഇന്ത്യ ബ്ലോക്ക്, 43 സീറ്റുകളിൽ ഇന്ത്യ ബ്ലോക്ക് മുന്നിലെത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് ടൈംസ് നൗ. ഈ ടൈംസ് നൗ ആണ് 2 ദിവസം മുമ്പ് ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് നടത്തിയത്. ആ കോർപ്പറേറ്റ് ഫ്രോഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു 10-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ ബ്ലോക്കിന് അവിടെ എന്നാണ്. വടകരയിലെ ഷാഫി പറമ്പിലിന്റെ ലീഡ് 18,566 വോട്ടുകൾക്ക് മുൻപിലായിരിക്കുന്നു. 18,566 വോട്ടുകൾക്ക് വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ലീഡ് അല്പം കുറഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയിലെ ആന്റോ ആന്റണി ഇപ്പോൾ 6,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷ ലീഡാണുള്ളത്. പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിയുടെ ലീഡ് 6,000-ലധികം. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് 40,426 വോട്ടുകൾ കിട്ടിയപ്പോൾ തോമസ് ഐസക്കിന് 34,667, അനിൽ ആന്റണിക്ക് 28,235. സുരേഷ് ഗോപിയുടെ ലീഡ് ഇപ്പോൾ 21,274 നോക്കിയാൽ മതി. സുരേഷ് ഗോപിയുടെ ലീഡ് 21,274 വോട്ടുകളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 50,000 കടന്നിരിക്കുന്നു. 52,249. ഇനി ഒരിക്കൽ പോലും മലപ്പുറത്ത് വസീഫിന് ETയെ വെട്ടാൻ കഴിയാത്ത ഉയരത്തിൽ തലപ്പൊക്കത്തിൽ ET മുഹമ്മദ് ബഷീർ നിൽക്കുന്നു. ആന്റോ ആന്റണിയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ലീഡ് ചെയ്യുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 300 കടന്നിരിക്കുന്നു. വീണ്ടും NDA മോദിയും കൂട്ടരും 300 കടന്നിരിക്കുന്നു.
നിൽക്കുന്നു. 220 ഇന്ത്യ മുന്നണിയുടെ സ്കോർ താഴ്ന്നിരിക്കുന്നു. മൂന്നാം റൗണ്ട്. അതെ, നോക്കൂ, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി മുന്നിൽ നിൽക്കുന്നു. മൂന്നാം റൗണ്ട് ആകുമ്പോഴേക്കും നരേന്ദ്രമോദി 300 പിന്നിടുന്നു. 221 എത്തുന്നു രാഹുൽ ഗാന്ധി. തമിഴ്നാട്ടിലെ CPI 2 സീറ്റിലും മുന്നിലാണ്, തിരുപ്പൂരിലും നാഗപട്ടണത്തും. ഡൽഹിയിൽ 7 സീറ്റിലും BJP ലീഡ് ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ 2 സീറ്റിൽ BJP ലീഡ്. പത്തനംതിട്ടയിൽ UDFന്റെ ലീഡ് 6169. ഇടുക്കിയിലെ ഡീന്റെ ലീഡ് 40,063. CPM-ഉം CPI-യും തമിഴ്നാട്ടിൽ ഈ 2 സീറ്റുകളിലും മുന്നിലെത്തി നിൽക്കുകയാണ്. 2 സീറ്റുകളിൽ, അതായത് കേരളത്തിൽ ഇപ്പോൾ 1 സീറ്റിലാണ് LDF CPM മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ തമിഴ്നാട്ടിൽ 2 സീറ്റിൽ മുന്നിൽ നിൽക്കുന്നു. രാജസ്ഥാനിലെ സിക്കാറിൽ CPM മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ഇതുവരെയുള്ള റൗണ്ട് അനുസരിച്ച് ചിഹ്നം പോകാതെ നിൽക്കുന്നു. ഇനിയുള്ള റൗണ്ടുകളിൽ അറിയാം ചിഹ്നം പോകുമോ എന്ന്. NDA കേരളത്തിൽ 2 അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. 2 ഇപ്പോൾ മുന്നിലാണ്. മൂന്നാം റൗണ്ടിലേക്ക് കൗണ്ടിംഗ് പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ NDA 2, LDF 1. ബീഹാറിലും രണ്ട് ഇടതു പാർട്ടികൾ CPM-ഉം CPI-യും 2 മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ബീഹാറിൽ CPI-യും CPI-ML-ഉമാണ്. പാലക്കാട് UDFന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു 18,094. കൊടിക്കുന്നിലിന്റെ മാവേലിക്കരയിലെ ലീഡ് ഉയർന്നിരിക്കുന്നു. കൊടിക്കുന്നിൽ 4,352 വോട്ടുകൾക്ക് മുന്നിലാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 23,618ആയി. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ സുരേഷ് ഗോപി മാത്രം. കൊടിക്കുന്നിൽ 4,352 വോട്ടുകൾക്ക് മുന്നിലാണ്. മാവേലിക്കരയിലെ കൊടിക്കുന്നിൽ 4,352. തെലങ്കാനയിൽ BJP മുന്നിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെലങ്കാനയിൽ BJP മുന്നിൽ. കൊടിക്കുന്നിൽ സുരേഷ് 4,352 വോട്ടുകൾക്ക് മാവേലിക്കരയിൽ ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് UDF 22,000